ആദ്യമായി ഒരു പാനോ ചട്ടിയോ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് വറുത്തെടുക്കാം. 6 പപ്പടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2 ട്രിപ്പായി വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി പപ്പടം വറുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണ ഉപയോഗിക്കാം. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ചെറിയുള്ളി അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഉടൻ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് ചതച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില എന്നിവയിട്ട ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. തേങ്ങയിൽ പൊടികളൊന്ന് പിടിച്ച് കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട്.